السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ എപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ മുസ്ലിങ്ങളുടെ സാമൂഹികമായ ഒരു ആരാധനയോട് കണ്ണി ചേർന്നുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഫലമായുള്ള എല്ലാ പ്രതിഫലങ്ങളും പാപമോചനവും അനുഗ്രഹങ്ങളുമെല്ലാം അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാവർക്കും നൽകുമാറാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഖുബറിൽ ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകരുടെ മുമ്പിൽ ഇതേപോലെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഇവിടേക്ക് കടന്നു വരാനും നിങ്ങളെല്ലാം കാണാനും കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമ്മൾ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനനായ പണ്ഡിതൻ മുഹമ്മദ് മദനിയുടെ നിര്യാണ വാർത്ത അറിഞ്ഞതിൻ്റെ ഒരു സങ്കടത്തിൽ, ഒരു പ്രയാസത്തിൽ നമ്മളുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാട്ടിലുണ്ടായിരുന്ന ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തി, ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്. ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു നിശ്ചയിച്ചൊരു സമയത്ത്, അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങാനുള്ളവരാണ്. നമ്മൾക്ക് പണ്ഡിതന്മാരുടെ, പരിചയമുള്ളവരുടെ, നേതാക്കന്മാരുടെ, സഹപ്രവർത്തകരുടെ ഒക്കെ ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മരണവാർത്തകൾ നമ്മളെ സഹായിക്കേണ്ടത് ആത്യന്തികമായി നമ്മളുടെ ജീവിതത്തെ നന്നാക്കാനാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മുഹമ്മദ് മദനൻ പോലൊരാൾ, അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് അറിയാം. അദ്ദേഹം ഒരു 940കളിൽ കൊടിയത്തൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ശരിക്കും ഒരു കുഗ്രാമം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയൊരു പ്രദേശമാണ്. ഒരു വളരെ ചെറിയ, ഇപ്പോഴും ഇടുങ്ങിയ റോഡുകളൊക്കെ ഉള്ള ഒരു മുസ്ലിം പോക്കറ്റാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഖുറാഫാത്തുകൾ എന്ന് പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബ പരിസരത്ത് നിന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. അത് അന്ന് അദ്ദേഹത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത പള്ളി ദർസുകളിൽ പോവുകയും അവിടുത്തെ മുസ്ലിയാക്കന്മാരടുത്ത് നിന്ന് മതം പഠിക്കുകയും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് മതം എന്ന് തെറ്റിദ്ധരിക്കുകയും എല്ലാം ചെയ്തിരുന്ന അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച. പക്ഷേ 960കളുടെ തുടക്കത്തിൽ അദ്ദേഹം പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ എത്തുന്നു. അന്ന് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന MCC അബ്ദുറഹ്മാൻ മൗലവിയാണ് അന്ന് പുളിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും നടത്തിപ്പുകാരനല്ല. അവിടെ TP അബ്ദുൽ കോയ മദനിയെ പോലുള്ള, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി പോലുള്ള ആളുകൾ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അവര് KC അലവി മൗലവി പോലുള്ള, BP അബ്ദുൽ ഗഫൂർ മൗലവി പോലുള്ള ഗുരുനാഥന്മാർ അവിടെ ഉണ്ട്. അവരിൽ നിന്ന് തൗഹീദിന്റെയും സുന്നത്തിന്റെയും വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷിർക്കിനോടും വിദഗ്ധകളോടും എല്ലാം വിട പറഞ്ഞ് ഇസ്ലാഹി പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണ വേദികളിൽ സജീവമാകുന്നു. അതിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒച്ചപ്പാടുകളല്ല, വളരെ ഹൃദയസ്പൃക്കായി മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, നമ്മൾക്കുണ്ടാകേണ്ട വിരക്തിയെക്കുറിച്ചെല്ലാണ് അദ്ദേഹം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മളുടെ എല്ലാം മനസ്സിന് ആ സംസാരങ്ങൾ തൊട്ടിട്ടുണ്ടാവും. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഏതാണ്ട് 6-6.5 പതിറ്റാണ്ട് കാലമായി
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമാന്തരങ്ങളിൽ മുഴങ്ങിയ മരണത്തെക്കുറിച്ചുള്ള, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലൊരു ഒരു മുജാഹിദ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകില്ല. 1960കളുടെ അവസാനത്തിലാണ് ISM എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ആ ISM എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് മദനിയെ അതിന്റെ സെക്രട്ടറി ആക്കിക്കൊണ്ടായിരുന്നു. മദനി നടത്തിയ തസ്കിയത്ത് പ്രഭാഷണങ്ങളാണ്, തെറബിയത്ത് പ്രഭാഷണങ്ങളാണ് ഒരു കണക്കിന് പറഞ്ഞാൽ കേരളത്തിലെ ISMകാരുടെ ആദ്യ തലമുറയെ ഉണ്ടാക്കിയത്. കാരണം അന്നത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ദീനിനോട് വലിയൊരു അടുപ്പം കാണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ മുസ്ലിം യുവാക്കൾ നമ്മൾ ഏത് ഗ്രാമത്തിൽ പോയാലും മതപരമായ വിഷയങ്ങളിൽ വലിയ ഔത്സുക്യം കാണിക്കുന്ന ഒരുപാട് മുസ്ലിം യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രവർത്തന രംഗത്തിൽ ഒരുപാട് യുവാക്കളെ കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു സാമൂഹിക മാറ്റം ശരിക്ക് ISMന്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് മദനി നടത്തുന്ന ഇതേപോലുള്ള പ്രഭാഷണങ്ങളായിരുന്നു. അങ്ങനെ ആ വഴികളിലൂടെ ഇങ്ങനെ വന്നാണ് അദ്ദേഹത്തിന്റെ കുത്തുബകൾ നമുക്കറിയാം. കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം സുപരിചിതനാണ്. അവിടെ ഖലീഫ പള്ളിയിൽ അദ്ദേഹം ഒരുപാട് കാലം, പതിറ്റാണ്ടുകളോളം അദ്ദേഹം അവിടെ ഖത്തീബായിരുന്നു. അപ്പോൾ മരിക്കുന്നതിന്റെ ഏതാണ്ട് കുറച്ച് മുൻപ് വരെ കോഴിക്കോട് ഇക്കർ ഹോസ്പിറ്റലിലെ പള്ളിയിൽ അദ്ദേഹം കുത്തുബകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഒക്കെ നേതൃത്വം നടത്തുന്നു. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ നമ്മുടെ മുഖ്യ കാര്യദർശിയായി മാറുന്നു. അങ്ങനത്തെ ഒരാള് മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇതേപോലെ കൂടിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ മദനിയെ കുറിച്ച് ഇതേപോലെ സംസാരിക്കുന്നത് പോലെ, അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ, അദ്ദേഹം ഇവിടെ ബാക്കി വെച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നത് പോലെ, നമ്മളെക്കുറിച്ച്, നമ്മൾ ഈ ദുന്യാവിൽ ബാക്കി വെച്ചു പോകുന്ന നന്മകളെ കുറിച്ച് എത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ടാകും എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ നന്മകൾ നമ്മൾ പറയണമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹത്തെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ പിന്തുടരണം എന്നും എല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഖബർ സിയാറത്തിനെ പറ്റിയൊക്കെ പറയും. ഇപ്പോൾ ഇസ്ലാമിക പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ, നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ഖബർസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുക. അവിടെ മറമാടപ്പെട്ട മുസ്ലിങ്ങൾ, നമ്മൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ജീവിതത്തിലെ ഉടനീളം നമ്മൾ മക്ബറകളിൽ എത്തിപ്പെട്ടാൽ, ഖബർസ്ഥാനുകളിൽ എത്തിപ്പെട്ടാൽ അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതായത് ഒരു മുസ്ലിമിനോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും തീരാത്തൊരു ബന്ധമാണ്. മരണത്തിന് ശേഷവും പ്രാർത്ഥനകൾ കൊണ്ട് അയാളോട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നിർഭാഗ്യവശാൽ ഇത് ഒരു വളരെ തെറ്റായ രീതികളിലേക്ക് പോവുകയും ആ മരണപ്പെട്ട ആൾക്കാരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ഈ ഖബറുകൾ കുറെ ആരാധനകളുടെ, അനിസ്ലാമികമായ ആരാധനകളുടെ കേന്ദ്രമായി തീരുകയൊക്കെ ചെയ്തു എന്നുള്ളത് വേറൊരു വശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പോകുമായിരുന്നു. മക്കയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പോകുന്നത് എന്തിനാണ്? അവിടെ മരിച്ചു കിടക്കുന്ന സഹാബിമാർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ഇടക്കിടക്ക് പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലർ ഉഹദിലാണ് മറമാടപ്പെട്ടത് നമുക്കറിയാം. അവിടെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് മരിച്ചിട്ട് അവിടെ തന്നെ മറമാടപ്പെട്ട സഹാബിമാരുള്ളത് കൊണ്ട് ബക്കയിലേക്ക് മാത്രം പോവാതെ ബക്കയിലേക്ക് പോകുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് കൂടി പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ശാരീരികമായി വലിയ സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും രാത്രി എഴുന്നേറ്റ് ബക്കയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ എവിടേക്കാണ് ഈ നട്ടപ്പാതിര നേരത്ത് നബി എണീറ്റ് പോകുന്നത് എന്ന് പ്രയാസപ്പെട്ട് ഭയപ്പെട്ട് പിന്നാലെ പോയി നോക്കി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കയിലേക്ക് പോയി തിരിച്ചു വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ്, കണ്ണുകൾ അടയുന്നതിന് മുമ്പ് ഒരു തവണ കൂടി അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിങ്ങളോടുള്ള ഗുണകാംക്ഷയുടെ വലിയ രൂപമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മള് പല മുഹമ്മദ് മദനിയുടെ മരണവാർത്തയായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട ആലോചനകളാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എത്ര കാലം നമ്മൾക്ക് ഓർമ്മയുണ്ട്?
എത്ര കാലം നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ ജീവിക്കുന്നുണ്ട്, എത്ര കാലം അവരുടെ കബറുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇത് ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാനിങ്ങനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചാണ്. ഞാൻ വളരെ ചെറിയ കുട്ടിയായ സമയത്ത് 7 വയസ്സായ സമയത്ത് മരിച്ചുപോയ എൻ്റെ വല്യമ്മ ഉണ്ട്. വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യുപ്പാന്റെ അമ്മയാണ്, അതായത് ആ തലമുറയാണ്. അപ്പൊ അവരിങ്ങനെ പഴയ അരീക്കോട് ചാലിയാർ പുഴയുടെ പക്കത്തുള്ള ഒരു പഴയ വീട്ടിലിങ്ങനെ അവരിങ്ങനെ ജീവിക്കുന്നത്, അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ്, ആ വല്യമ്മാന്റെ ഖബർ എവിടെയാണ്? എനിക്കറിയില്ല. ഞാൻ 7 വയസ്സാകുമ്പോൾ മരിച്ചുപോയ ഒരാളെ പറ്റി എനിക്ക് അത്ര ഓർമ്മകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വല്യമ്മാന്റെ ഖബർ എവിടെയെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരിക്കലും ആ ഖബറിന്റെ അടുത്ത് ചെന്നിട്ടില്ല. ആ ഖബറിന്റെ അടുത്ത് ചെന്ന് ആ വല്യമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ പ്രാർത്ഥനകളിലൊന്നും അങ്ങനെ ഒരാൾ പലപ്പോഴും കടന്നു വന്നിട്ടില്ല. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഒരു വല്യുപ്പാന്റെ ഉമ്മ എന്നെല്ലാം പറയുമ്പോൾ, ഞാൻ 7 വയസ്സാകുമ്പോൾ മരിച്ചുപോയ ഒരാളെന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മയിൽ അത് അങ്ങനെ ജീവിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതിനേക്കാൾ അധികം, നമ്മളെ ഉപ്പ മരിച്ചവരുണ്ടാവും, ഉമ്മ മരിച്ചവരുണ്ടാവും, വല്യുപ്പ മരിച്ചവരുണ്ടാവും, വല്യമ്മ മരിച്ചവരുണ്ടാവും, അടുത്ത സുഹൃത്തുക്കൾ മരിച്ചവരുണ്ടാവും. നമ്മളൊക്കെ അറിയുന്ന കേരളത്തിലൊക്കെ ഉള്ള എത്രയോ ഉലമാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ നേതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ സഹപ്രവർത്തകർ മരിച്ചു പോയിട്ടുണ്ട്. അവരിൽ എത്ര ആൾക്കാരുടെ ഖബർ നമുക്കറിയാം? അവരിൽ എത്ര ആൾക്കാരുടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവർ മരിച്ചതിന് ശേഷം അവരിൽ എത്ര പേരുടെ പേരുകൾ നമ്മളുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? അവര് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ എത്രത്തോളം നമ്മളോട് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട്? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന അവിടുത്തെ അനുചരന്മാർ മരണപ്പെട്ടു പോയപ്പോ അവരെ പ്രാർത്ഥനകൾ കൊണ്ട് പിന്തുടർന്നതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരെ പ്രാർത്ഥനകൾ കൊണ്ട് പിന്തുടരാനും ആ സ്നേഹം കൊണ്ട് അവരെ പൊതിഞ്ഞു പിടിക്കാനും അവരവരുടെ ഖബറിലാണെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അള്ളാഹുവിനോട് എപ്പോഴും അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനും നമുക്ക് കഴിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു മുഹമ്മദ് മദനിയെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മള് ആ ഒരു തലത്തിനപ്പുറത്ത് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളുടെ അവസ്ഥ എന്താകും എന്നുകൂടി നമ്മൾ ആലോചിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് വേണ്ടി എത്ര തലമുറകൾ പ്രാർത്ഥിക്കും. നമ്മൾക്ക് വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കും തന്നെ വിചാരിക്കും, എത്ര തലമുറകൾ പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ വാപ്പാനങ്ങൾക്ക് അറിയായിരിക്കും, വല്യപ്പാൻ അറിയായിരിക്കും, വല്യപ്പാന്റെ ഉപ്പാനെ ചിലപ്പോൾ അറിയായിരിക്കും, വല്യപ്പാന്റെ ഉപ്പാൻ എത്ര ആൾക്കാർ അറിയും, പേരറിയോ, അവരെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? അവര് നമ്മളുടെ ദുആകളിൽ കടന്നു വരാറുണ്ട്. അങ്ങനെ വരണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, അത് അസംഭവ്യമാണ്. ഒരു 4-5 തലമുറകൾക്ക് അപ്പുറത്തേക്കൊക്കെ നമ്മൾ അവരെ ഓർത്തു വെക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. നമ്മളെ വല്യപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ ക്ലോസ് ആയ ഒരാളായിരിക്കും, പക്ഷെ നമ്മളുടെ കുട്ടിക്ക് ചിലപ്പോൾ അത് കുറച്ചും കൂടി ദൂരമുള്ള ഒരാളായിരിക്കും. ആ കുട്ടിക്ക് അത് അതിനേക്കാൾ ദൂരമുള്ള ഒരാളായിരിക്കും. അത് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിപരമായ ഒരു അവസ്ഥയാണ്. ഒരു 10-100 കൊല്ലങ്ങൾക്ക് ഉള്ളിൽ എന്തായാലും മിക്കവാറും ആൾക്കാരുടെയും പേരുകൾ തമസ്കൃതമാവും. അവരെ ജനങ്ങൾ മറന്നുപോകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ലാതാവും. അവരുടെ കബറുകൾ വിസ്മരിക്കപ്പെടും. ആ കബറുകളിൽ തന്നെ ചിലപ്പോൾ പുതിയ മയ്യത്തുകൾ വന്നെന്ന് വരും. നമ്മൾ ഏതാണ്ട് ഇവിടെ തന്നെ ഇല്ലാതാവും. പിന്നെ ബാക്കിയാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. ആ കർമ്മങ്ങൾ മാത്രമുള്ള ഒരു ജീവിതമാണ്. നമ്മളിപ്പോ പ്രവാസ ലോകത്തൊക്കെ ഉള്ള ആൾക്കാരാണ്. ജീവിതം കഴിപ്പിടിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്നാണ് പറയാ. നമ്മള് ജീവിക്കണമെങ്കിൽ പൈസ വേണം, നമ്മളുടെ ജീവിതം ഭദ്രമായി തീരണമെങ്കിൽ അതിനൊരു അടിത്തറ ഉണ്ടാവണം. അതിന് എന്തെങ്കിലും മാർഗം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഗൾഫിൽ വരുന്നതും ഇവിടെ അധ്വാനിക്കുന്നതല്ല. അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ഭാര്യനെ പോറ്റാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി അവൻ നടത്തുന്ന പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമികമായി പുണ്യകർമ്മങ്ങളാണ്. നമ്മൾക്ക് ശരിയായ നീയത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളാണ്. പക്ഷെ നമ്മളുടെ ലക്ഷ്യം അതല്ല എന്ന് നമ്മൾക്കറിയാം. നമ്മളുടെ ലക്ഷ്യം അതല്ല. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം നിലനിന്ന് പോകാനുള്ള മീൻസ് ആണ്, ജീവിതം നിലനിന്ന് പോകാനുള്ള മാർഗങ്ങളാണ്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ എത്ര നല്ല വാഹനങ്ങൾ വാങ്ങി, എത്ര നല്ല വീട് നിർമ്മിച്ചു, നമ്മൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ നേടിയെടുത്തോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്നത് അതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു,
ഒരു അടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിനും ഇഷ്ടമായിരിക്കും. അതേസമയം ഒരു അടിമക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുപ്പാണെങ്കിൽ അവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും വെറുപ്പായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പൊ സഹാബിമാരൊക്കെ ചോദിച്ചു, അള്ളാഹിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, മരിക്കുക എന്നല്ലേ? മരിച്ചു പോകുമ്പോഴല്ലേ നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടുക? റസൂലെ, ഞങ്ങൾക്കാർക്കും മരിക്കുന്നത് ഇഷ്ടമല്ല, മരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ട്, മരണം ഇപ്പം സംഭവിക്കരുത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതാണോ പടച്ചോനെ കാണാനുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളെയും കണ്ടുമുട്ടുന്നത് ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം മരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം എന്നാണോ? മരണം എന്ന് പറയുമ്പോൾ മരണം ഇപ്പൊ സംഭവിക്കരുത് എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് അതല്ല അതിന്റെ അർത്ഥം. അത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം, മരണം നീണ്ടു പോകണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതല്ല, നിങ്ങൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത്. അതോടുകൂടി അതിന്റെ സൂചനകൾ വ്യക്തമായിരിക്കും. ആ മലക്കുകൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതോടുകൂടി നിങ്ങൾ സ്വർഗത്തേക്കാണോ നരകത്തേക്കാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാവും. ആ മലക്കുകളുടെ, നമുക്കറിയാലോ, അതിന്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ മലക്കുകൾ വരുന്ന ഏത് തരം മലക്കുകളാണ് വരുന്നത്, ഏത് രൂപത്തിലാണ് വരുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, പടച്ചോന്റെ തൃപ്തിയാണോ പടച്ചോന്റെ കോപമാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. അപ്പോ നിങ്ങളുടെ മരണം മോശമായ മരണമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പടച്ചോനെ കണ്ടുമുട്ടുന്നതിന് നിങ്ങൾ വെറുക്കും, പടച്ചോനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാളെ കാണാൻ അള്ളാഹ്ക്കും ഇഷ്ടം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയല്ല പരലോകത്ത് അള്ളാഹു അയാളെ കാണുക, അയാളോട് സംസാരിക്കുക. അതേസമയം നിങ്ങളുടെ അടുത്തേക്ക് നല്ല മലക്കുകൾ സുവിശേഷമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മരിച്ചതിന് ശേഷം പടച്ചോന്റെ തൃപ്തിയിലാണെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും പെട്ടെന്ന് അള്ളാഹിന്റെ അടുത്ത് എത്താൻ, പെട്ടെന്ന് അള്ളാഹുമായി മുഖാമുഖം നിൽക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടാൻ അള്ളും കാത്തു നിൽക്കുകയായിരിക്കും. അള്ളാഹ്ക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും അയാളെ സ്വീകരിക്കാൻ എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ റബ്ബിന്റെ റിള, നമ്മളുടെ റബ്ബിന്റെ സംതൃപ്തി, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ നാഥന്റെ ഇഷ്ടം, ആ ഇഷ്ടം നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ കയ്യിൽ നമ്മൾ പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ തൃപ്തി നേടിയെടുക്കാൻ അത് ഉപയോഗിച്ച് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ആ ആരോഗ്യം അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ ആ ആരോഗ്യത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾക്ക് ഒഴിവ് സമയമുണ്ടോ, നമ്മൾക്ക് സന്തോഷമുണ്ടോ, നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടോ ഇല്ലേ എന്നതിനേക്കാൾ ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തും നമ്മൾക്ക് അനുഗ്രഹമാണ്, എന്തും അനുഗ്രഹമാണ്. നമ്മളുടെ പട്ടിണി പോലും, നമ്മളുടെ പ്രയാസങ്ങൾ പോലും, നമ്മളുടെ രോഗങ്ങൾ പോലും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി അത് നമ്മൾക്കുള്ള അനുഗ്രഹമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നൊരു സംഭവം മാത്രം പറയാണ്. അപ്പൊ നമുക്ക് ഉഹദ് യുദ്ധത്തെ കുറിച്ച് അറിയാം. ഉഹദ് യുദ്ധം എന്ന് പറയുമ്പോൾ മദീനക്കുള്ളിൽ വെച്ച് നടന്ന അപൂർവങ്ങളിൽ അപൂർവമായ യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാലോ, അത് മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിനെതിരെയാണ് യുദ്ധം എന്നുള്ളതുകൊണ്ട് രാജ്യത്തിന്റെ പുറത്തിറങ്ങിയിട്ട് രാജ്യത്തിന്റെ പുറത്താണ് സാധാരണ യുദ്ധങ്ങൾ നടക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബിമാരും മദീനക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടാണ്, വേറെ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് മിക്കവാറും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഉഹദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ മുറ്റത്ത് വെച്ച് നടന്ന യുദ്ധമാണ്. ഉഹദും മദീനയും എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാലോ. മദീന എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ അതിന്റെ ജിയോഗ്രഫിയിൽ തന്നെ ഉഹദിനുള്ള പ്രാധാന്യം നമുക്കറിയാം. അപ്പൊ ഉഹദിന്റെ താഴ്വാരത്ത് വെച്ച് നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ മണ്ണിൽ വെച്ച് നടക്കുന്ന യുദ്ധമാണ്. പക്ഷെ ആ യുദ്ധം ഒരു കണക്കിന് പറഞ്ഞാൽ വളരെ ട്രാജിക് ആയിരുന്നു നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നു. വഴിയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് മുനാഫിക്കുകളെയും കൂട്ടി വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. 700ഓളം സഹാബിമാരെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ ആ ഒരു വിജയത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ പോയപ്പോൾ
പിന്നെ നമുക്കറിയാം മുസ്ലിങ്ങൾ ഒരു പിന്നെ അവരുടെ ഒരു ശ്രദ്ധ, അവരുടെ ഒരു ജാഗ്രത ഇല്ലാതായ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൽക്കാലത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ശത്രുക്കളെയും കൂട്ടി പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ യുദ്ധത്തിൽ ഒരുപാട് വളരെ ഭീകരമായ നാശനഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ഒരു സദസ്സല്ലത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരാണ്? നബിക്ക് ഉഹദിലുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുഖത്ത് ഒറ്റപ്പെടുകയാണ്. മുസ്ലിങ്ങൾ 4 ഭാഗത്തേക്കും ചിതറി ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പിന്നെ ബാക്കിയാകുന്നത് 8 10 സഹാബിമാര് മാത്രമാണ്. അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ലോകത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ, ആ രാജ്യം കെട്ടിപ്പടുക്കുന്ന സമയത്ത് അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന വളരെ വിശ്വസ്തരായ 700ഓളം അനുചരന്മാരുണ്ടായിട്ട് അവരൊക്കെ ചെതറിപ്പോയിട്ട് ശത്രുക്കളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 8 10 ആളും മാത്രം ബാക്കിയാവാണ്. ഈ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ഉഹുദിന്റെ മലമടക്കുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറ്റി ഇരുത്തുകയാണ്. നമ്മൾ ഒരു ഗുഹ എന്നൊന്നും പറയാൻ പറ്റാത്ത വളരെ ചെറിയ ഒരു 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 സ്പേസ് ആണത്. അതിനുള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒളിപ്പിക്കുകയാണ്. പ്രവാചകൻ ഇടയ്ക്ക് ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇവർ പറയുന്നുണ്ട്, നബിയെ തല പുറത്തിടല്ലേ, ഞങ്ങൾ അങ്ങയെ ഡിഫെൻഡ് ചെയ്യണം, അങ്ങയെ സംരക്ഷിക്കുകയാണ്, തല പുറത്തേക്ക് ഇടരുത് എന്നീ സഹാബിമാര് പറയാണ്. അപ്പോ ആ സഹാബിമാരുടെ കൂട്ടത്തിൽ ഇപ്പൊ തുൽഹാ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് തുൽഹാ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള വളരെ ചുരുക്കം സഹാബിമാര് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. അവര് സ്വന്തം ശരീരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെട്ടേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലേറ് കൊള്ളുന്നു. നബിയുടെ മുഖത്ത് നിന്ന് രക്തം ധാരധാരയായി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 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 അമ്പ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിള് തുളച്ചിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തെറിപ്പിക്കുകയാണ്. ഇത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തെറിച്ചു എന്നുള്ളതല്ല, ആ അമ്പ് പിന്നെ അവിടെ നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണത് ഈ ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞ ഈ യുദ്ധം ഈ രീതിയിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിൽക്കുന്ന സമയത്ത് അമ്പ് വന്ന് തുടച്ച് കയറിയിട്ട് ആ അമ്പ് ഇവിടെ ഇങ്ങനെ കൊണ്ട് നിൽക്കുകയാണ്. അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. പ്രവാചകന്റെ ആ സമയത്തെ അവസ്ഥ നമ്മൾ മനസ്സിൽ കൊണ്ടു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ അന്തിമ ദൂതൻ ആ സമയത്ത് കഴിച്ചുകൂട്ടുന്ന അവസ്ഥ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് സഹാബിമാർ ഓരോരുത്തരായി മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് നബിയെ ശത്രുക്കൾ കാണാതിരിക്കാൻ വേണ്ടി ശത്രുക്കളുടെ മുന്നിലേക്ക് ചെന്ന് ഇങ്ങനെ ചാടുകയാണ്. കാരണം അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഇവരെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിക്കുന്നുള്ളതുകൊണ്ട് ഓരോരുത്തരായി യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടുകയാണ്. അങ്ങനെ എടുത്തു ചാടി ആരും ഇല്ലാതായി 2 3 സഹാബിമാര് മാത്രം ബാക്കിയായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയാണിത്. ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബിയെ തെരഞ്ഞ് കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല, യുദ്ധമുഖത്ത് വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് അവസാനം പ്രവാചകനെ കണ്ടെത്തുന്നത് ഈ അവസ്ഥയിലാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തമ്മിൽ തർക്കം എന്ന് പറഞ്ഞാൽ ഈ അമ്പ ആരാണ് പറിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് ഇവര് തമ്മിൽ തർക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം അത് കിട്ടാൻ വേണ്ടി ലാസ്റ്റ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അത് ഞാൻ ചെയ്യട്ടെ എന്ന് ഒരുപാട് അപേക്ഷിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ട് ഈ അമ്പ എങ്ങനെയാണ് വലിച്ചെടുത്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പല്ലുകൾ കൊണ്ട് ഈ അമ്പ് കടിച്ചു പിടിച്ചിട്ട് അതിശക്തമായി അമ്പ് വലിക്കുകയാണ്. അപ്പൊ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിശക്തമായ അമ്പിൽ കടിച്ചു എന്ന് പറഞ്ഞാൽ കാരണം നബിക്ക് വേദന ആവുമെന്ന് അദ്ദേഹത്തിന് പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ തന്നെ വേദന സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഈ പറിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ വേദന ആവുമെന്ന് ഭയന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോണയിലും കവിളിലൊന്നും പ്രഷർ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ഫോഴ്സിൽ പ്രഷർ മുഴുവൻ അദ്ദേഹത്തിന്റെ പല്ലിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ പല്ല് പറഞ്ഞു പോരുകയാണ്. ഈ അമ്പ് പറിച്ചെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ നിന്ന് ഇത് എടുത്തു കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പല്ലുകൾ പറഞ്ഞു പോരുകയാണ്. ആ 3 4 പല്ലില്ലാതെയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിക്കുന്നത് മുഴുവൻ, മരണം വരെ ജീവിക്കുന്നത് മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് നഷ്ടപ്പെടുന്നു അപ്പുറത്ത് ഞാൻ പറയുന്നത് അത്രയും വേദനാജനകമായ ഒരു അവസ്ഥയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ഒരിക്കലും അതിന് നിരാശ തോന്നിയിട്ടില്ല. നിരാശ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം അതിനുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. നമ്മൾക്കുള്ളത് ആരോഗ്യമാണെങ്കിൽ അതിലുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയാണെങ്കിൽ ആ ആരോഗ്യ അനുഗ്രഹമാണ്. അതേസമയം നമ്മുടെ ആരോഗ്യത്തിൽ അള്ളാഹുവിന് കോപമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആരോഗ്യം ശരിക്കും ഒരു അനുഗ്രഹമല്ല. നമ്മൾക്ക് രോഗമാണ്, ആ രോഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ രോഗം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റുന്നുണ്ടെങ്കിൽ ആ മുറിവ് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ മുറിവ് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. ആ സമയത്ത് ത്വൽഹാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന് പരിക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ആയുധം കൊണ്ട് അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിഞ്ഞു പോവുകയാണ്. വിരല് മുറിഞ്ഞു പോകുന്ന വേദന എത്രയായിരിക്കും? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ശരിക്ക് നമ്മളിങ്ങനെ സഹാഭിമാനം നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തുകയാണെങ്കിൽ എല്ലാവർക്കും കുറെ പരിക്കുണ്ടാവും അവർക്ക് ശരീരത്തിൽ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ അല്ലാതെ നമ്മളെ പോലെ ഭയങ്കര ചോക്ലേറ്റ് മുകളിലുള്ള ആൾക്കാരൊന്നും ആവില്ല വരുന്നു. നമ്മൾ അവരെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയാൽ അവരെ കയ്യിന് പരിക്കുണ്ടാവും, കാലിന് പരിക്കുണ്ടാവും, അവരുടെ ശരീരത്തിൽ മുറിവിന്റെ വടുക്കൾ ഉണ്ടാവും, അവരുടെ മുഖത്ത് കുറെ പരിക്കുകൾ ഉണ്ടാവും, പല്ലുമ്മൽ പരിക്കുണ്ടാവും, ചുണ്ടിന് പരിക്കുണ്ടാവും. കാരണം ഇത് ഇസ്ലാമിനെ പ്രതിരോധിച്ച് യുദ്ധം ചെയ്ത് അതിന്റെ മുഴുവൻ ആ ത്യാഗത്തിന്റെ മുഴുവൻ അടയാളങ്ങളുള്ള ശരീരങ്ങളാണ് ശരിക്കും ഇവരുടെ എല്ലാം ശരീരങ്ങൾ. നിങ്ങൾ വിരല് നമ്മൾ ഇന്നത്തെ കാലത്ത് സർജറി, പ്ലാസ്റ്റിക് സർജറി ഇങ്ങനത്തെ പരിഹാരങ്ങളൊന്നും ഉള്ളൊരു കാലമല്ലത്. ശരിക്കും ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗത്തിന്റെ അടയാളങ്ങളുള്ള ശരീരങ്ങളാണത്. വിരലിൽ മുറിഞ്ഞു പോകുന്നത് നമ്മൾ ആലോചിച്ച് നോക്ക്. അവിടെ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് പോലും ഇല്ലാത്തൊരു കാലാണ്. ആ വിരൽ മുറിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് സീറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ത്വൽഹാ റളിയല്ലാഹു അൻഹു അറിയാതെ നമ്മളിങ്ങനെ ഇപ്പൊ മലയാളത്തിൽ ഔ എന്ന് പറയില്ലേ, ഒരു പെട്ടെന്നൊരു വേദന ഉണ്ടാകുമ്പോൾ ഇത് വിരലിങ്ങനെ ഛേദിക്കപ്പെടുമ്പോ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു നിലവിളി ഉണ്ടല്ലോ, ഒരു പതിഞ്ഞ ഒരു നിലവിളി, വേദനിച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതിന് പകരം ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ വർത്താനങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് വിരല് വേർപെട്ട് പോവാണ്. ഇതേ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഹസനായ നിവേദനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ വിരലുകൾ ഛേദിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഔ ദമ്മേ എന്ന് പറയുന്നതിന് പകരം ബിസ്മില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മലക്കുകൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിരുന്നു ത്വൽഹാനെ, ഈ മനുഷ്യന്മാർ മുഴുവൻ നോക്കി നിൽക്കുന്ന സമയത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നൽകുന്ന ഒരു മെസ്സേജ് ആലോചിച്ച് നോക്കാം. അതാണ് നമ്മളുടെ വിരലുണ്ടോ, വിരല് പോയോ എന്നുള്ളതല്ല, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. നമ്മളപ്പോ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. ആ അനുഭവത്തെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ള ഒരു പിന്നെ മനസ്സിന് അതിനുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മൾ കാണിച്ചാൽ അത് സ്വീകരിക്കപ്പെടുന്നത് വളരെ വലിയൊരു അളവിലായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുലൈമാൻ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം. സുലൈമാൻ നബി രാജാവായിരുന്നു. സുലൈമാൻ നബി വലിയ ചക്രവർത്തിയായിരുന്നു. പ്രവാചകന്മാർ പൊതുവിൽ വളരെ ദരിദ്രരായ ആൾക്കാരാണ്. പക്ഷെ സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സുലൈമാൻ നബിക്ക് വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈത്തുൽ മഖ്ദിസിനെ പറ്റി, ഫലസ്തീനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫലസ്തീനിൽ സുലൈമാൻ നബിയാണ് ബൈത്തുൽ മഖ്ദിസിനെ വലിയൊരു കെട്ടിടമായിട്ട് ഉണ്ടാക്കുന്നത്. അത് ലോകോത്തരമായ കെട്ടിടമായിരുന്നു. ശരിക്കും ആർക്കിടെക്ചറൽ മാർവലായിരുന്നു. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ഏറ്റവും മുന്തിയ പണിസാധനങ്ങൾ, നിർമ്മാണ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ലോകാത്ഭുതമാകുന്ന ഒരു നിർമ്മിതിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ശരിക്കും ബൈത്തുൽ മഖ്ദിസിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരവും അദ്ദേഹത്തിന്റെ സിംഹാസനവും അദ്ദേഹം ജീവിച്ചിരുന്ന സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം. സുലൈമാൻ നബിക്ക് എന്താ പഠിച്ചവനോട് ചോദിക്കാനുള്ളത്? നിങ്ങൾ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 13-ാമത്തെ ആയത്ത് മാത്രം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകില്ല. സുലൈമാൻ നബി ഇങ്ങനെ പോവുകയാണ്, അദ്ദേഹത്തിന്റെ കൂടെ സൈന്യമുണ്ട്. ആ സൈന്യം ഇങ്ങനെ പോണ സമയത്ത് ഉറുമ്പുകൾ, നമുക്കറിയാലോ, ഒരു ഉറുമ്പുകളെ നേതാവ് ഉറുമ്പുകളോട് പറഞ്ഞു ഒന്ന് വഴിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ കൂട്ടിലേക്ക് കയറിക്കോ, കാരണം സുലൈമാനും സൈന്യം വരുന്നുണ്ട്, അവരുടെ കാലിന്റെ അടിയിൽ പെട്ടിട്ട് നമ്മൾ പിന്നെ ചതഞ്ഞില്ലാതാകും എന്ന് ഉറുമ്പുകൾ പറയാണ്. അപ്പൊ ഇത് സുലൈമാൻ നബി കേട്ടു. അള്ളാഹു ഈ സംസാരം സുലൈമാൻ നബിക്ക് മനസ്സിലാകുന്ന ഒരു മൂജിസത്ത് കൊടുത്തതുകൊണ്ട് സുലൈമാൻ നബിക്ക് മനസ്സിലായി. അപ്പൊ ഖുർആൻ പറയുന്നുണ്ട് സുലൈമാൻ നബി പിന്നെ ഇങ്ങനെ നന്നായി ചിരിച്ചിട്ട് സുലൈമാൻ നബി എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവെ, എനിക്ക് നീ തന്ന ഈ അനുഗ്രഹം,
അതിന് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണമേ. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വ അലാ വാലിദയ്യ. അല്ലാഹുവേ, നീ എനിക്കും എൻ്റെ പിതാവിനും ചെയ്തു തന്ന അനുഗ്രഹത്തിന് നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ളതല്ല, നമ്മൾക്ക് ഉറുമ്പിന്റെ സംസാരം മനസ്സിലാവുന്നതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതിനെ ഒരു നിയമത്തായി തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ നമ്മൾക്ക് തൗഫീഖ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിയാണോ പരാജയപ്പെട്ട ആളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. അത് ആ അനുഗ്രഹങ്ങൾ സുലൈമാൻ നബി തുടർന്ന് പറയുന്നുണ്ട്, അതേപോലെ അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ, നിന്റെ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതാണ് സംഭവം. വലിയ കൊട്ടാരമുള്ളത് കൊണ്ടോ കുറെ സേവകരുള്ളത് കൊണ്ടോ കുറെ സമ്പത്തുള്ളത് കൊണ്ടോ ഒരു കാര്യമില്ല എന്ന് സുലൈമാൻ നബിക്ക് അറിയാം. അതിന് ശുക്ർ ചെയ്യാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടാനും നമ്മൾക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മദനി മരിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ജനിച്ചാൽ ഉറപ്പുള്ള ആകെ ഒരു കാര്യം നമ്മൾ മരിക്കും എന്നുള്ളത് മാത്രമാണ്. നമ്മൾ എപ്പോൾ എങ്ങനെ മരിച്ചാലും അത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി.